പുതുപ്പള്ളിയുടെ വികസന മുരടിപ്പ് ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ MLA നടത്തിയിട്ടുള്ള ഈ നാടകം. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരാളെ തടയണ്ട, അവരെല്ലാം നമ്മളെ സ്വീകരിക്കാൻ റെഡിയാ. അദ്ദേഹം പോലും നടന്നില്ല. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. എന്റെ നാട്ടുകാരല്ലേ, വരുന്നതിന് ഒരു പ്രശ്നമില്ല. അവരിന്റെ അക്രമം കാണിക്കുന്നത് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ വന്നോട്ടെ, അവർ സ്വാതന്ത്ര്യമില്ല. BJP ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്ത് ഈ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ബോധപൂർവം MLA നടത്തിയ ഒരു നാടകമാണ്. കാരണം ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി MLA പുറകെ വന്നു ഗോഷ്ഠി കാണിച്ചു, കൈപൊക്കി കാണിക്കുന്നു. ഒരു പക്ഷി സമരം ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രിക്കോഷൻസ് ആണ് ഇവിടെ പോലീസ് എടുത്തിട്ടില്ല. കാരണം പോലീസ് ആളുകൾ പിരിഞ്ഞു പോയി അവസാനിച്ച് കൃതജ്ഞത പറയുന്ന സമയത്താണ് നമ്മുടെ ഈ പറയുന്ന MLA ഇറങ്ങി വരുന്നത്. എന്താണ് MLAയുടെ ഉദ്ദേശം? BJPക്കാർ ആക്രമിച്ചു എന്ന് പറയാനാ? ഒരു MLAക്കെതിരെ സമരം നടക്കുമ്പോൾ MLA ചെയ്യേണ്ടത് നിർത്തിയതാണിത്. ഇനി MLAക്ക് ബോധമില്ലെന്നുണ്ടെങ്കിൽ കേരള പോലീസിന് ബോധം വേണ്ടേ? അപ്പൊ പോലീസും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു തിരക്കഥയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുക. കാരണം അവിടെ ഇറങ്ങി വന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പൊ നമുക്കറിയാം, ഒന്ന് വീണ ജോർജിന്റെ വിഷയം നടന്നുകൊണ്ടിരിക്കുക. സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിരിക്കുകയാണ്, അവർ വന്നോട്ടെ. ഞാൻ ഒഫീഷ്യലി ഞാൻ ഇവിടെ കത്ത് തരുന്ന ഗവൺമെന്റിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തനായ നേതാക്കന്മാർ നയിക്കുന്ന പ്രതിഷേധ മാർച്ച് MLAയുടെ വീട്ടിലേക്ക്. അദ്ദേഹത്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവര് ചാണ്ടി ഉമ്മനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ സഹതാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? സംയമനം പാലിച്ചുകൊണ്ട് മാത്രമാ ഇത്? സംയമനം പാലിക്കാൻ എല്ലാ കാലവും ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കരുത്. കേരള പോലീസ് ഈ കാര്യത്തിൽ നടപടിയെടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹം ഈ സമരത്തിനിടയിലേക്ക് ഇറങ്ങി വന്നതിനുള്ള കേസടക്കം എടുക്കാൻ തയ്യാറാവണം. അദ്ദേഹം എന്തൊക്കെ തട്ടിപ്പ് നടത്തിയാലും യാതൊരു സംശയവും വേണ്ട, അദ്ദേഹത്തിന്റെ യാത്രകളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ഈ മുങ്ങൽ ഞങ്ങൾ വെളിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. ഇതൊക്കെ വെളിയിൽ ചർച്ചയാവുമെന്ന് പേടിച്ചാണ് അദ്ദേഹം ഇപ്പൊ ഈ പുതിയ നാടകവുമായിട്ട് വന്നിട്ടുള്ളത്. ഇത് ഞങ്ങൾ പൊളിക്കും, യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾ സംയമനം പാലിച്ചതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ച അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഭരണകക്ഷിയുടെ അനുവാദത്തോടു കൂടിയാണോ ഇത്തരം ഒരു നാടകം ഇവിടെ നടത്തിയതെന്നും കൂടെ ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് പ്രതിഷേധ മാർച്ച് ഇവിടെ ഔപചാരികമായി ആരംഭിക്കുകയാണ്. ഈ പാർട്ടിയുടെ പള്ളി എല്ലാം പറഞ്ഞോണ്ട് അതേത് കാണാൻ വേണ്ടി അത് മാത്രം ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ആവശ്യപ്പെട്ടു പോലീസ് നിൽക്കരുത്. ഞാൻ പറഞ്ഞു, ഞാൻ പോലീസിനോട് ഒഫീഷ്യലി ആവശ്യപ്പെട്ടു. ഒരു കേസിന്റെ ആവശ്യം ഒരു കേസ് ഒരു മണ്ഡലം കേസ്